സോ മക്കളെ, നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. 9th ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കാം. 9th ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ടോപ്പിക് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എൻട്രോപ്പി ആണ് ടോപ്പിക്. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനും അതും ഇതൊക്കെ കൊടുത്തിട്ട് ആകെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് സാധനം കിട്ടും എന്താണെന്നുള്ളത്. നോക്കാം. ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് നമ്മൾ എന്താക്കുകയാണ്, ചൂടാക്കുകയാണ്. അതിനെ ചൂടാക്കി എന്താക്കുന്നുണ്ട്, 110 ഡിഗ്രിയിലുള്ള വേപ്പറാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിലുടനീളം എന്ത് സംഭവിച്ചിട്ടുണ്ട്, എൻട്രോപ്പി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഏതാണ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കത് ഈ പ്രോസസ്സിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ഐസ്, അതായത് സോളിഡിൽ നിൽക്കുന്ന വാട്ടർ, അതാണല്ലോ ഐസ്. അതിപ്പോൾ നിൽക്കുന്നത് -5 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനെ നമ്മൾ ആദ്യം എന്തിലേക്ക് കൊണ്ടുപോകണം, 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകണം. കാരണം 0 ഡിഗ്രി സെൽഷ്യസിൽ ഫേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഫേസ് ചേഞ്ചിനെ പരിഗണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡാക്കി മാറ്റി. അപ്പോൾ ഇവിടുന്ന് -5 ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രിയിലേക്ക് നമ്മൾ ചൂടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T അല്ലേ, Q റിവേഴ്സിബിൾ ബൈ T. അപ്പോൾ ഇവിടെ Q എന്താണ്, ഇവിടെ ഹീറ്റിംഗ് നടത്തിയിട്ടുള്ളത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, Q എന്ന് പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി C ഡെൽറ്റ T, QP ഓർക്കില്ലേ നിങ്ങൾ, C ഡെൽറ്റ T എന്നുള്ളത് dt ബൈ T. ഈ T Q ആണ് C ഡെൽറ്റ T എന്ന് പറയുന്നത്, ഓർ C dt. അപ്പോൾ ഇവിടെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് പ്രോസസ്സിലെ എൻട്രോപ്പി എന്ന് പറയുന്നത് C ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു dt, ദാറ്റ് വിൽ ഗിവ് യു Q റിവേഴ്സിബിൾ ഓർ ഡെൽറ്റ H റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T. ഓക്കെ അല്ലേ, ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ ഇക്വേഷൻ നമുക്കായി. ഇനി അടുത്ത എന്താണ്, ഇനി H2O സോളിഡ് 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന് എന്ത് സംഭവിക്കും, മെൽറ്റിംഗ് സംഭവിച്ച് അത് ലിക്വിഡായിട്ട് മാറും. അതിനാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, ഫ്യൂഷൻ അല്ലേ. സോ നോക്കാം, ഇവിടെ രണ്ടും 0 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ഇത് ഫ്യൂഷനാണ്. ഫ്യൂഷനിലെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ H ഫ്യൂഷൻ ബൈ T. Q റിവേഴ്സിബിൾ ബൈ T, ഇവിടെ Q റിവേഴ്സിബിൾ എന്ന് പറയുന്നത് ഡെൽറ്റ H ഫ്യൂഷൻ ആണ്. ഇനി അടുത്തത് എന്താണ്, H2O ലിക്വിഡ് നമ്മൾ നേരെ H2O ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാണ്. അപ്പോൾ ഒബ്വിയസ്ലി കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതെന്തിനപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ട്. ഞാൻ പറഞ്ഞു, ഫേസ് ചേഞ്ച് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫേസ് ചേഞ്ചും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പോകാൻ. ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ -5 0 ആക്കുന്നതിന് പകരം നേരെ 110ലേക്ക് ചൂടാക്കിയാൽ പോരെ, എന്നിട്ട് ഒറ്റ ആൻസർ എഴുതിയാൽ പോരാ, പറ്റില്ല. -5 ഞാൻ ആദ്യം എന്ത് ചെയ്തു, 0ലേക്ക്. കാരണം 0യിൽ എന്ത് നടക്കുന്നുണ്ട്, ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0യിൽ നിൽക്കുന്ന വാട്ടറിനെ നമ്മൾ നേരെ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആദ്യം ചൂടാക്കണം. കാരണം എന്താ, 100 ഡിഗ്രി സെൽഷ്യസിൽ അടുത്ത ഫേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ലിക്വിഡിൽ നിന്ന് ലിക്വിഡ്, ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെയും എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതെന്തായിട്ടുണ്ട്, ഫേസ് ചേഞ്ച് അല്ല, മറിച്ച് 0 ഡിഗ്രിയിൽ നിൽക്കുന്ന വെള്ളത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താ, Q റിവേഴ്സിബിൾ ബൈ T. ഇവിടെ Q എന്ന് പറയുന്നത് എന്താ, CPm dt ബൈ T. Q എന്ന് പറയുന്നത് CPm dt. ഓക്കെ, വാട്ട് ഇസ് Q? Q is CPm dt. ഇവിടെ മക്കളെ സോറി കേട്ടോ, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ, ഇറ്റ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടുന്ന് എവിടം വരെ, ടെമ്പറേച്ചറാണ് dt എന്ന് പറയുന്നത്, ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എവിടെ മുതൽ എവിടം വരെ, 273 വരെ, ഇവിടുന്ന് 268 മുതൽ 268 കെൽവിൻ മുതൽ 273 കെൽവിൻ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെയും അതേപോലെ തന്നെ CPm dt ബൈ T. ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ, 273 മുതൽ 373 വരെ. അപ്പോൾ 273 മുതൽ 373 വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡെൽറ്റ എസ് അവിടെ കിട്ടി. ഇനി അടുത്ത പ്രോസസ്സ് എന്താ, ഞാൻ പറഞ്ഞു ഇവിടെ ചേഞ്ച് ഓഫ് ഫേസ് ഉണ്ട്. അപ്പോൾ H2O ലിക്വിഡ് ഇവിടെ എന്തായിട്ട് മാറും, H2O ഗ്യാസ് ആയിട്ട് മാറും. ഇതും 100 ഡിഗ്രി C, ഇതും 100 ഡിഗ്രി C. അപ്പോൾ ഇതേതാ പ്രോസസ്സ്, ഇത് ഇവാപ്പറേഷൻ. ഇതേതായിരുന്നു, ഇത് ഫ്യൂഷൻ. അപ്പോൾ ഇവാപ്പറേഷനിൽ ഡെൽറ്റ S4 അതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്.
അവിടെ എന്താണ് ഡെൽറ്റ എച്ച് മോളാർ എൻതാൽപ്പി ഓഫ് ഇവാപ്പറേഷൻ ഓർ വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ ടി. റെഡിയല്ലേ? ഇനി ലാസ്റ്റ് ആണ് നമ്മൾ H2O ഗ്യാസ് 100 ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്യാസിനെ നമ്മൾ 110 ഡിഗ്രിയിലേക്ക് അതിനെ ഉയർത്തുന്നത്. അപ്പോൾ ഇതും എന്താണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് തന്നെ Q റിവേഴ്സിബിൾ ബൈ ടിയിൽ CPM dt എന്നാണ് Q റിവേഴ്സിബിളിന്റെ വാല്യൂ ഇട്ട. ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടി കൊടുക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇവിടെ ഡെൽറ്റ S5 എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഫ്രം 373 ടു 383 Kelvin constant pressure, molar heat capacity at constant pressure into dt divided by T. So ഈ 5 ചേഞ്ച് ഇൻ എൻട്രോപ്പി സം ചെയ്താൽ നമ്മുടെ ടോട്ടൽ ആൻസർ ആവും. ഈ 5ഉം നിൽക്കുന്നത് ആകെ ഒരൊറ്റ ഓപ്ഷനിലാണ്. ഓപ്ഷൻ 2 is the right answer. Thank you.